ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. ഇതെന്തായാലും ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരിക്കും. ഇനീഷ്യൽ വാല്യൂസ് തന്നുകൊണ്ട് അപ്പോൾ അവസാനം നമ്മൾ y കണ്ടുപിടിച്ചതിന് ശേഷം ഇതിനെ വെച്ചിട്ട് നമ്മൾ C1ഉം C2ഉം കണ്ടുപിടിക്കും. അത് ചെയ്യുന്നതിന് മുന്നേ ഇത് ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താ y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് y ഡബിൾ ഡാഷിന് പകരം ലാംഡ സ്ക്വയർ പ്ലസ് 3y ഡാഷിന് പകരം ലാംഡ പ്ലസ് 2y, വൈക്ക് പകരം ഒരു കോൺസ്റ്റൻ്റ് ആണ് 1 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ്. അപ്പോൾ 2 × 1 എന്ന് പറയുമ്പോൾ 2. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി. ഇനി ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, ലാംഡേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a എന്ന് പറയുന്ന ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ a ലാംഡ സ്ക്വയർ പ്ലസ് b ലാംഡ പ്ലസ് c എന്നുള്ള ഫോമിലാണ് ഉണ്ടാവുക. ഇതിൽ ഓരോ കറസ്പോണ്ടിങ് വാല്യൂസ് എഴുതാം. അപ്പോൾ -b എന്ന് പറയുമ്പോൾ -3 എന്ന് വരും. -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ 3ൻ്റെ സ്ക്വയർ 9 ആണ്. 9 മൈനസ് 4 × 1 × 2 ഡിവൈഡഡ് ബൈ 2 × 1 2 തന്നെ. അപ്പോൾ -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 മൈനസ് 8 റൂട്ട് 1/2 വരും ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് വരും. -3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -2, -2/2 എന്ന് പറയുമ്പോൾ -1, -3 -1 എന്ന് പറയുമ്പോൾ -4, -4/2 എന്ന് പറയുമ്പോൾ -2. രണ്ട് വാല്യൂസ് കിട്ടി. രണ്ട് വാല്യൂവും വെവ്വേറെ വാല്യൂസ് കിട്ടിയത്. റൂട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആയതുകൊണ്ട് YH എന്ന് പറയുന്ന സൊല്യൂഷൻ എന്തായിരിക്കും, C1 e raised to lambda 1x പ്ലസ് C2 e raised to lambda 2x എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ വാല്യൂ ലാംഡ 1ഉം ഇത് ലാംഡ 2. അപ്പോൾ എന്താ വരിക, C1 e raised to -x പ്ലസ് C2 e raised to -2x. YH കണ്ടുവച്ചു. ഇതിനെ എവിടെ വെച്ചേക്കാം. ഇനി എന്താ, ഇനി YP ചൂസ് ചെയ്യണം. ടു ഫൈൻഡ് YP ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചൂസ് YP, നമ്മൾ YP ആയിട്ട് ചൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് 2 cos x മൈനസ് sin x എന്നാണ് ഉള്ളത്. ഇനി നമ്മളൊരു ടേബിൾ ആദ്യം എഴുതിയിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള R(x) എന്ന് പറയുന്നത് 2 cos x മൈനസ് sin x എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആദ്യം ഒരു R(x) എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ടേബിളിൻ്റെ അകത്ത് എന്താ കുറച്ച് R(x)ഉം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചൂസ് ചെയ്യേണ്ട YPയും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ cos x അല്ലെങ്കിൽ k cos ax അല്ലെങ്കിൽ k cos ax ഓർ k sin ax വന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടതാണ് a sin ax പ്ലസ് b cos ax എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നത് എന്താ, R(x) തന്നത് 2 cos x മൈനസ് sin x എന്നാണ് തന്നത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാലും ഇതിനെ നമ്മൾ ഒരൊറ്റ ടേം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരൊറ്റ ടേം, കോസിൻ്റെയും സൈനിൻ്റെയും ടേമിലുള്ള ഒരൊറ്റ ടേം ആയിട്ട് കൺസിഡർ ചെയ്യാം. കോസോ സൈനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, YP ചൂസ് ചെയ്യേണ്ടത് എ കോസോ, അതിപ്പോൾ ഇഷ്ടമുള്ള ആദ്യം എഴുതാം. a sin ax എന്ന് തന്നെ ആദ്യം വരണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ a cos ax പ്ലസ് b sin ax ഫോമിൽ വരണം. ഇവിടെ a എന്ന് പറയുന്നത് എത്രയാ, 1 ആണ്. അപ്പോൾ a cos x പ്ലസ് b sin x എന്നായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്ന YP. a cos x പ്ലസ് b sin x എന്ന് ചൂസ് ചെയ്തു. YP കിട്ടിക്കഴിഞ്ഞാൽ YP ഡാഷ് എടുക്കണം. ഇതിൻ്റെ ഡെറിവേറ്റീവ്, കോസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -a sin x പ്ലസ് b cos x എന്ന് വന്നു. പിന്നെയോ ഇനി YP ഡബിൾ ഡാഷ്, ഇതെന്തിനാ ഇങ്ങനെ കാണുന്നത്, ക്വസ്റ്റ്യനിലുള്ള എന്താണോ തന്നത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y ഡബിൾ ഡാഷിന് പകരം YP ഡബിൾ ഡാഷ്, y ഡാഷിന് പകരം YP ഡാഷ്, yക്ക് പകരം YP. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടുവെക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ്
മൈനസ് എ കോൺസ്റ്റൻ്റ് ആണ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. പിന്നെ ബി കോൺസ്റ്റൻ്റ് ആണ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഒക്കെ എഴുതി വെച്ച് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഇക്വേഷൻ എന്താണോ അതിലോട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 cos x മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ, ഈ ഒരു മൊത്തം ഇക്വേഷനിൽ വൈക്ക് പകരം എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. അപ്പം എന്താ വരിക, മൈനസ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ പി ഡാഷ് മൈനസ് എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് പിന്നെയോ പ്ലസ് 2 ഇൻറ്റു വൈ പി എ കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ഈക്വൽ ടു 2 കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇനി എന്ത് ചെയ്യുക, കോസ് എക്സിൻ്റെ ടേമൊക്കെ ഒന്നിച്ചെടുക്കാം. കോമൺ ആയിട്ട് കോസ് എക്സ് പുറത്ത് വെച്ചു. ഇവിടെ നിന്ന് കോസ് എക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്, മൈനസ് എ. ഇനി ഇങ്ങനെ നോക്കി പോവുക, ഇവിടെ ഒരു കോസ് എക്സ് കാണുന്നുണ്ട്, ഇവിടെ മുന്നിൽ ബി ഉണ്ട്, പക്ഷെ ബ്രാക്കറ്റിൻ്റെ പുറത്തൊരു 3 ഉണ്ട്. 3 ഇൻറ്റു ബി ചെയ്യാം. ഇത് ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള ആൾ ഉള്ളിലുള്ള എല്ലാവർക്കും ബാധകമാണല്ലോ. അപ്പോൾ 3 ഇൻറ്റു ബി എന്ന് പറയുമ്പം പ്ലസ് 3b അതും എഴുതി. ഇനി ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പം കാണാം ഇവിടെ ഒരു 2a ഉണ്ട് പ്ലസ് 2a. വേറെ എവിടെയും കോസ് എക്സ് ഈ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡ് വേറെ എവിടെയും ഇല്ല. അതേപോലെ എന്ത് ചെയ്യുക, സൈൻ എക്സ് കോമൺ ആയി പുറത്ത് വെച്ചു. സൈൻ എക്സ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സൈൻ എക്സ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്, മൈനസ് ബി. ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ മൈനസ് 3a പിന്നെയോ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പം ഇവിടെ ഒരു സൈൻ എക്സ് ആണുണ്ട്, അതിൻ്റെ മുന്നിൽ പ്ലസ് 2b ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്താണോ അത് അതുപോലെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യാം, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് ലൈക്ക് ടേംസ്. ഈ എഴുതിയതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഈക്വൽ ടുവിന് ഇപ്പുറം ഉള്ളത് എൽ എച്ച് എസും അപ്പുറം ഉള്ളത് ആർ എച്ച് എസും. എൽ എച്ച് എസിലുള്ള അതേപോലെ ആർ എച്ച് എസിലുള്ള ഒരേപോലത്തെ ടേമിൻ്റെ മുന്നിലുള്ള ആൾക്കാർ കൂടെയുള്ള ആൾക്കാരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഈക്വൽ ടുവിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് എഴുതാം. ഞാൻ ആദ്യം കോസ് എക്സ് കൺസിഡർ ചെയ്തു. കോസ് എക്സിന് ഈ സൈഡിൽ കോസ് എക്സിൻ്റെ മുമ്പിൽ ആരല്ലേ, മൈനസ് എ പ്ലസ് 2a എന്ന് പറയുമ്പോൾ ഇതെന്തായി, എ ആയി. എ പ്ലസ് 3b എന്നായല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ആരല്ലേ, എ പ്ലസ് 3b ഉണ്ട്. ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കോസ് എക്സിൻ്റെ കൂടെ ആരല്ലേ, 2. അതേപോലെ ഇപ്പുറത്തുനിന്ന് സൈൻ എക്സിൻ്റെ നോക്കി, അടുത്ത സൈൻ എക്സ് നോക്കി. ഇവിടെ സൈൻ എക്സിൻ്റെ കൂടെ ആരല്ലേ, ഇതിപ്പോൾ മൈനസ് ബി പ്ലസ് 2b എന്ന് പറയുമ്പം ബി മൈനസ് 3a എന്നല്ലേ വരിക. അപ്പോൾ ഈ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് ആരല്ലേ, ബി മൈനസ് 3a. ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് സൈൻ എക്സിൻ്റെ മുന്നിൽ ആരല്ലേ, വെറും ഒരു മൈനസ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 ഉണ്ട്, -1 ആണ് ഉള്ളത്. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാലോ. അപ്പോൾ എന്താ വരിക, എ പ്ലസ് 3b ഈക്വൽ ടു 2, അതേപോലെ ബി മൈനസ് 3a ഈക്വൽ ടു -1, ബി മൈനസ് 3a ഈക്വൽ ടു -1. ഞാൻ ആദ്യം എൻ്റെ ടേം എഴുതി, അപ്പോൾ ഇതിന് നേരെ തിരിച്ചെഴുതി. അപ്പോൾ എന്താ ഒരു -3a പ്ലസ് ബി ഈക്വൽ ടു -1 എഴുതി. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ സോൾവ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ ഇക്വേഷന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ എ എന്നും ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എ ഇൻറ്റു 3 പ്ലസ് ഇക്വേഷൻ ബി ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എ ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു മൊത്തം ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3a പ്ലസ് 9b ഈക്വൽ ടു 6. പിന്നെ എന്ത് ചെയ്തു, പ്ലസ് രണ്ടാമത്തെ ഇക്വേഷൻ എന്താണോ അത് അതുപോലെ -3a പ്ലസ് ബി ഈക്വൽ ടു -1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു. അപ്പം 3a പ്ലസ് -3a. അപ്പോൾ 3 പ്ലസ് -3 എന്ന് പറഞ്ഞാൽ 3 -3 എന്ന് വരും. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. പിന്നെ 9b പ്ലസ് ബി എന്ന് പറയുമ്പം 10b ഈക്വൽ ടു 6 പ്ലസ് -1 എന്ന് പറയുമ്പം 5. b ഈക്വൽ ടു 5/10 എന്ന് പറയുമ്പം 1/2t. ബീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇപ്പോൾ a പ്ലസ്
3b ഈക്വൽ ടു 2. ഇനി എ അല്ലേ കണ്ടുപിടിക്കണ്ടേ? എ ഈക്വൽ ടു 2 മൈനസ് 3b എന്ന് വരും. 2 മൈനസ് 3 ഇൻറ്റു ബിൻ്റെ വാല്യൂ 1/2. 2 മൈനസ് 3/2 എന്ന് വരും. ഇതിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 4 മൈനസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 2 1/2. എയുടെ വാല്യൂ 1/2 കിട്ടി. ബിൻ്റെ വാല്യൂ ഇവിടുന്ന് 1/2 കിട്ടി. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു YP എഴുതി വെച്ചിട്ടുണ്ട്. YPയിലോട്ട് YP ഈക്വൽ ടു 1/2 cos x പ്ലസ് 1/2 sin x. എയുടെയും ബിയുടെയും വാല്യൂ എടുത്തു. അതുകൊണ്ട് YP കണ്ടുപിടിച്ചു, YH കണ്ടുപിടിച്ചു. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? Y ഈക്വൽ ടു YH പ്ലസ് YP. YH എന്ന് പറയുന്നത് എന്താ? C1 e raised to minus x plus C2 e raised to minus 2x. C1 e raised to minus x plus C2 e raised to minus 2x plus YP എന്താ? 1/2 cos x plus 1/2 sin x. ഇത്രയും ആയാലാണ് ഈ ജനറൽ സൊല്യൂഷൻ ആവുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യുക, അതായത് y of 0 ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനും y dash of 0 ഈക്വൽ ടു 1 എന്ന് പറയുന്ന കണ്ടീഷനും കൊടുക്കണം. ഇതിപ്പോൾ y എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ y of x എന്നുള്ളത് എന്നാണ് അർത്ഥം. y